ഓരോ ദിവസം കൂടുന്തോറും ഇന്ത്യൻ ഫുട്ബോളിൽ തിരിച്ചടികളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2023 ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ വേൾഡ് കപ്പിൽ വരെ കയറുമെന്ന്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം മോശമാണ്. 96ാം റാങ്കിൽ നിന്ന് 125ാം റാങ്ക് വരെ നമ്മൾ പോയി നിൽക്കുകയാണ്. അതായത് അത്രയ്ക്ക് പുറകിലേക്ക് പോയിരിക്കുകയാണ്. എന്തായാലും ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ബാഴ്സലോണ ഇന്ത്യയിൽ തുടങ്ങിയ അക്കാഡമീസ് എല്ലാം, അതായത് അവരുടെ അക്കാഡമീസ് എല്ലാം അടച്ചു പൂട്ടിയിരിക്കുകയാണ്. ഏതാണ്ട് 4 അക്കാഡമീസാണ് ഇന്ത്യയിൽ അവർ തുടങ്ങിയത്. 4 ഇപ്പോൾ അടച്ചു പൂട്ടി. മുംബൈ, പൂനെ, ഡൽഹി, ബംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അവർ അക്കാഡമി സ്റ്റാർട്ട് ചെയ്ത്. എന്തായാലും ഈ ഒരു അക്കാഡമികൾ വിജയത്തിലേക്ക് എത്തിയില്ല, അതുകൊണ്ട് അവർ പൂട്ടുകയായിരുന്നു. എല്ലാം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് ഇന്ത്യൻ ഫുട്ബോൾ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുകയാണ്. അതായത് ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ പെർഫോമൻസ് അല്ല, അല്ലാത്ത പക്ഷങ്ങളൊക്കെ നോക്കുമ്പോൾ അതായത് കുറേയധികം ടാലൻസ് ഉയർന്നു വരുന്നു, കുറേയധികം അക്കാഡമീസ് ഇന്ത്യയിൽ തുടങ്ങിയിട്ടുണ്ട്. സോ ആ ഒരു സമയത്ത് ബാഴ്സലോണ അക്കാഡമി ഒരു ഉണ്ടാകുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമായിരുന്നു. പക്ഷേ അവർ തുടങ്ങിയ സ്ഥലങ്ങളെന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള സ്ഥലങ്ങളല്ല. ഫുട്ബോളിന് കുറച്ചുകൂടെ വേറുള്ള സ്ഥലങ്ങൾ കേരള അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് സൈഡിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ തുടങ്ങിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്കറിയാം ഈ ഒരു അക്കാഡമീസ് തുടങ്ങുന്നത് തന്നെ ബാഴ്സലോണ എന്ന ക്ലബ്ബ് അല്ലെങ്കിൽ ഏത് ക്ലബ്ബാണോ ആ ഒരു ക്ലബ്ബുകളൊക്കെ അക്കാഡമീസ് തുടങ്ങുന്നത് അവരുടെ ഫ്യൂച്ചറിനെ മുൻനിർത്തിയാണ്. അതായത് അവർക്ക് വലിയ പൈസ ഇടാതെ തന്നെ, അതായത് വലിയ സാലറി ഒന്നും കൊടുക്കാതെ തന്നെ മികച്ച താരങ്ങളെ അവരുടെ കരിയറിൻ്റെ തുടക്കത്തിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ടീമിലേക്ക് എടുക്കാൻ സാധിക്കും. വേണമെങ്കിൽ അവരെ വലിയ തുകയ്ക്ക് മറ്റ് ക്ലബ്ബുകളിൽ വിൽക്കാൻ സാധിക്കും. അങ്ങനെ അവർക്ക് വലിയ ലാഭം കിട്ടും. സോ അതൊക്കെയാണ് ഈ ഒരു അക്കാഡമീസിലൂടെ അവർ പ്രതീക്ഷിക്കുന്നത്. സോ ഇപ്പോൾ ബാഴ്സലോണ ഇവിടെ അക്കാഡമി തുടങ്ങി. നമുക്കറിയാം ഇവിടുന്ന് ഒരു താരം പോലും ബാഴ്സലോണയുടെ ഒരു യൂത്ത് ടീമിൽ പോലും റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അക്കാഡമി തുടങ്ങിയിട്ട് അവർക്ക് പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ടായിരിക്കും അവർ അടച്ചു കൂട്ടിയത്. എന്തായാലും ആകെയുള്ള 4 പ്രൊഫഷണൽ അക്കാഡമീസ്, ബാഴ്സലോണയുടെ അക്കാഡമീസ് അതിപ്പോൾ അടച്ചു കൂട്ടിയിരിക്കുകയാണ്.